അതുപോലെ ചില നാളുകാർ, അതെ ഇപ്പം മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആയില്യത്തെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ അത് പാമ്പിന്റെ നാളാന്ന് പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു? ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ മൃഗങ്ങളെ പറയുന്നുണ്ട്. മൃഗങ്ങളുണ്ട്, മറ്റേ വൃക്ഷങ്ങളുണ്ട്. അപ്പോൾ അതിൽ ആയില്യത്തിൻ്റെ നാള് ഇത് പാമ്പാണ്. അതുകൊണ്ടാണ് ആയില്യം പാമ്പിൻ്റെ നാളാന്ന് പറയുന്നത്. ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോരോ നക്ഷത്ര മൃഗങ്ങളും നക്ഷത്ര വൃക്ഷങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ ശരീരപ്രകൃതി, ഇപ്പോൾ ചിലരുടെ കപക്കൂറുള്ള ശരീരമായിരിക്കും, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അത് നാള് വെച്ചിട്ടത് അത് വേണമെങ്കിൽ എങ്ങനെ വിചാരിക്കാൻ പറ്റും. ഇപ്പോൾ ഈ പൂയം അനിഴത്തിട്ടാതി ഇത് ശനിയുടെ നക്ഷത്രങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ശനി വാദത്തിൻ്റെ കാരകനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വാദസംബന്ധമായ അസുഖങ്ങൾ ഇവർക്ക് കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിനെ ചിന്തിക്കാൻ സാധിക്കും. അപ്പോൾ ഓരോ നാളുകാർക്കും ഓരോ ശരീരപ്രകൃതിയും ഉണ്ടാവും. പിന്നെ ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ഓരോ നാളുകാർക്കും വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ പായില്യം നാളുകാരാണെന്ന് ധരിക്കുക, അവരുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സർപ്പത്തിൻ്റെ നോക്കുന്ന ഒരു പ്രതീതിയുണ്ട്. അത് സർപ്പത്തിൻ്റെ മുഖത്തേക്ക് കാണുന്ന അതേ പ്രകൃതികളൊന്നും മനുഷ്യൻ്റെ മുഖത്ത് നോക്കി കാണാൻ പറ്റില്ല. എന്നാലും കമ്പാരിറ്റീവ്ലി അതിനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അശ്വതി നക്ഷത്രം, അതിൻ്റെ നക്ഷത്ര മൃഗം കുതിരയാണ്. അപ്പോൾ അശ്വതിക്കാരെ കണ്ടു കഴിഞ്ഞാൽ ആ കുതിരയുടെ ഒരു ചെറിയ ലക്ഷണം ചിലപ്പോൾ അവരുടെ മുഖത്ത് ചിലപ്പോൾ തോന്നാം. അതുപോലെ ചില ഇതുപോലെ വിശ്വസിക്കാൻ കൊള്ളൂല, ഇന്ന നാളുകാരാണോ, അയ്യോ അവന് വിശ്വസിക്കാൻ കൊള്ളൂല എന്ന് പറയും. നാളിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം വിശ്വസിക്കാൻ കൊള്ളൂല എന്ന് ഒരു വിശ്വാസം എനിക്കില്ല. അത് ജാതകത്തെ കൂടി ആശ്രയിച്ചിരിക്കും. ഇപ്പം ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ മനസാക്ഷിക്ക് വിരുദ്ധമായി നുണ പറയുന്നതിൽ വളരെ മിടുക്കരായിരിക്കും. അവരത് ആ പറയുന്നത് നുണയാണ് എന്ന് ഒരു കാരണവശാലും ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അത് നാളുമായിട്ട് ബന്ധമില്ല. അത് ആ പറയുന്ന എല്ലാ നാളുകാർക്കും അങ്ങനെ പറയാനൊന്നും കഴിഞ്ഞൊന്നും കഴിയില്ല. അത് ജാതകത്തിലെ ഫലങ്ങളെ ആശ്രയിച്ചിരിക്കും. പൊതുവെ ഞാൻ മനസ്സിലാക്കുന്നുള്ളത് കൊണ്ട് രാഹുവാണ് നുണ പറയുന്നതിൽ മിടുക്കൻ എന്നാണ്. രാഹു കേതു കള്ളം കപടം എന്ന് പൊതുവെ ഒരു അഭിപ്രായമുണ്ട്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.